ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. വെജിറ്റേറിയൻ ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്ന് പൊതുവെ ഹൈന്ദവർക്കിടയിൽ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ അതേസമയം തന്നെ ശ്രീരാമൻ വരെ മാംസം കഴിച്ചിട്ടുണ്ട്, പിന്നെന്താ നമുക്കും കഴിച്ചാലെന്ന് മറ്റൊരു വാദം ഉയരുന്നുണ്ട്. ഈ ഹൈന്ദവർ മത്സ്യം, മാംസം, മുട്ട ഇവ കഴിക്കുന്നത് തെറ്റാണെന്ന് ഒരു വാദത്തോട് ഹരിയുടെ അഭിപ്രായം എന്താണ്? ഭക്ഷണം ഏതെങ്കിലും കഴിക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ഇത് മാത്രമാണ് ശരിയെന്ന് ഒരിക്കലും ആർക്കെങ്കിലും പറയാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഭക്ഷണക്രമം പൂർവികർ ചിട്ടപ്പെടുത്തി എന്നുള്ളതാണ്. കാരണം ഹൈന്ദവരിൽ തന്നെ ഹിന്ദു വിശ്വാസികളായിട്ടുള്ളവർക്ക് തന്നെ എന്തുമാത്രം നിരവധി വ്യത്യസ്തമായിട്ടുള്ള ജോലികളാണ് ഉള്ളത് എന്ന് ചിന്തിക്കണം. കാരണം ഹിന്ദു വിശ്വാസികളിലെ തന്നെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു. അതിൽ തന്നെ ആദ്യ 4 ഭാഗമായിട്ട് പറയുന്നത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രൻ എന്നുള്ള തരത്തിലുള്ള 4 വിഭാഗങ്ങളായി തിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ ഉപവിഭാഗങ്ങൾ എത്രയേറെയുണ്ട്. നമുക്ക് തന്നെ നോക്കിയാൽ അറിയാം, പഴയ കാലത്ത് വ്യക്തികളെ തരം തിരിച്ചിരുന്നത്, നമ്മൾ കാസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ തരം തിരിച്ചിരുന്നത് ഒരു കർമ്മത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പൂർവികർ കർമ്മം ചിട്ടപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അതിൻ്റെ പ്രത്യേകത, ആ ഒരു പ്രത്യേകത എന്താണ്, ഇന്ന ആൾക്ക് ഇന്ന തരത്തിലുള്ള ഒരു ഗുണമുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് കുട്ടികൾക്കും ഈ ഒരു ഗുണമുണ്ടാവും, ഈ ഒരു ഗുണമുള്ളവരെല്ലാവരും ആ ഒരു കർമ്മം ചെയ്ത് മുമ്പോട്ട് പോകണം. ഈ കർമ്മം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അതാത് കർമ്മം ചെയ്ത് മുമ്പോട്ട് പോകുന്നവർ അവരുടെ ഭക്ഷണക്രമത്തിലും വളരെയധികം വ്യത്യാസങ്ങളുണ്ടാവും. ഇതിൽ ബ്രാഹ്മണർ ആയിട്ടുള്ള വിഭാഗം ഇവരുടെ ജോലി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവം തീരുമാനിച്ചിട്ടുള്ളത് പൂജാവിധികളിൽ, അതായത് ഈശ്വര വിജ്ഞാനം സമ്പാദിക്കുക, ഈശ്വര വിജ്ഞാനവും സമൂഹത്തിന് വേണ്ടി നല്ല ചിന്തയോടുകൂടി പ്രവർത്തിക്കുക, മറ്റുള്ളവരുടെ ആധ്യാത്മിക കാര്യങ്ങളിൽ സഹായിക്കുക എന്നുള്ളതാണ് ബ്രാഹ്മണ വിഭാഗത്തിൻ്റേതായിട്ടുള്ള ഒരു തൊഴിൽ. അവരപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മുൻ എപ്പിസോഡുകളിൽ സംസാരിച്ചിട്ടുണ്ട്, ഒരു ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത്, ഞാൻ ഈശ്വരനാണ് എന്ന് അറിയുക, എൻ്റെ മനസ്സിലുള്ള ഈശ്വരനെ ഞാൻ ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ഞാൻ ആ ഈശ്വരനെ ഞാൻ പൂജിക്കുക, ഞാൻ തിരിച്ച് ഉദ്ധസിച്ച് എന്നിലേക്ക് തന്നെ കൊണ്ടു നടക്കുക. അപ്പോൾ ഒരു ബ്രാഹ്മണൻ്റെ പ്രധാന കർമ്മം എന്നുള്ളത് ആ ഈശ്വരനെ ഉള്ളിൽ കൊണ്ടു നടക്കണം. ആ ഈശ്വരനെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഈ ഒരാൾക്ക് വേണ്ടിയല്ല. കാരണം സമൂഹത്തിൽ മറ്റ് കർമ്മം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഈശ്വരനെ മാത്രം ഭജിച്ചുകൊണ്ടിരുന്നാൽ ലോകത്തിൻ്റെ മുൻപോട്ടുള്ള ഭാഗം ഒരിക്കലും നന്നാവില്ല. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം. അപ്പോൾ ഈശ്വരനോട് സംസാരിക്കാൻ ശീലിച്ചിട്ടുള്ള ഞാൻ, എന്നോട് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട്, കാരണം അദ്ദേഹത്തിൻ്റെ തൊഴിൽ എന്ന് പറയുന്നത് മീൻപിടുത്തമാണ്, അല്ലെങ്കിൽ അറവാണ്, അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയിൽ ഈശ്വരനെ ഉള്ളിൽ കാണാൻ പറ്റുന്ന അവസ്ഥയല്ല. അദ്ദേഹം വന്ന് ഈശ്വരനോട് ഒരു കാര്യം പറയണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ആ ഈശ്വരൻ്റെ ചിന്ത അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം അങ്ങോട്ട് അവർക്ക് നൽകുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ജോലി എവിടെയുണ്ട്. ഇതോടൊപ്പം തന്നെ ക്ഷത്രിയരാകുമ്പോൾ രാജ്യഭരണമാണ്. രാജ്യഭരണത്തിൽ യുദ്ധം അനിവാര്യമാണ്, ശത്രുക്കളെ നിഗ്രഹിക്കൽ അനിവാര്യമാണ്, കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നത് വളരെ അത് അവരുടെ കർമ്മമാണ്. ബ്രാഹ്മണന് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്? ബ്രാഹ്മണന് വേറൊരാളെ, ഈ ഈശ്വരനെ കൊണ്ട് മനസ്സിൽ നടക്കുന്ന ആളുകൾക്ക് വേറൊരാളെ ശിക്ഷിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല. ഒരാളെ വധിച്ചു കളയൂ, ഇയാൾ ഈ കുറ്റം ചെയ്തിട്ടുണ്ട്, ഇയാളെ കൊല്ലൂ എന്ന് പറയാൻ കഴിയില്ല. ഒരാളോട് യുദ്ധം പോകാൻ പറയാൻ കഴിയില്ല. എന്നാൽ ക്ഷത്രിയൻ്റെ തൊഴിലതല്ല. ക്ഷത്രിയന് രാജ്യം ഭരിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യണം. അപ്പോൾ എന്താണ്? അപ്പോൾ അതിനുവേണ്ടി ഭക്ഷണക്രമത്തിൽ വ്യത്യാസം വരുത്തണം. ജീവിതത്തിൽ ഇറച്ചി കാണാത്ത ഒരാൾക്ക്, ഒരു ചോര കണ്ടാൽ തല കറങ്ങുന്ന ഒരാൾക്ക് എങ്ങനെയാണ് യുദ്ധം ചെയ്യാൻ കഴിയുക? ഇവരുടെ മാനസികാവസ്ഥയിൽ ആ ഒരു വ്യത്യാസം ഉണ്ടാവണം. ആ മാനസികാവസ്ഥയിൽ വ്യത്യാസം ഉണ്ടാവണമെങ്കിൽ അവരുടെ ഭക്ഷണക്രമത്തിൽ വ്യത്യാസം ഉണ്ടാവണം. ശ്രീരാമനാണ് ഏറ്റവും ആദ്യത്തെ മഹാരാജാവ് എന്ന് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മാംസം കഴിക്കാതിരിക്കാനാവുമോ? കാരണം അദ്ദേഹത്തിൻ്റെ പ്രജകളെ സംരക്ഷിക്കണം, യുദ്ധത്തിൽ നിന്ന്, രാവണനിൽ നിന്ന് സംരക്ഷിക്കണം. അപ്പോൾ കൂടെയുള്ള പലരെയും കൊല്ലേണ്ടി വന്നിട്ടുണ്ട്. അത് ആദ്യം ജീവികളെ കൊന്ന് ശീലിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ്, ഒരു ജീവിയെ കൊന്നാൽ ഇത് മരിക്കേണ്ടതാണെങ്കിൽ മരിക്കണമെന്ന് വിചാരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് രാജ്യം ഭരിക്കാൻ കഴിയുക? അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീരാമൻ മാംസം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം അത് കർമ്മത്തിൻ്റെ ഭാഗമാണ്. ഇതുപോലെ നമ്മൾ നോക്കിയാൽ
നമ്മുടെ ചുറ്റുമുള്ള നിരവധിയായി അനവധിയായിട്ടുള്ള വിവിധ കർമ്മത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അവരുടെ ജീവിതക്രമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭക്ഷണം തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കണം. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാവുള്ളൂ എന്ന് പറയേണ്ടത് ആ ഒരു കർമ്മം ചെയ്യേണ്ടവർക്ക് മാത്രമാണ്. നോൺ വെജിറ്റേറിയൻ ആവശ്യമുള്ളവർക്ക് അത് വേണം. ഈ പറഞ്ഞ പോലെ ഇന്ന് പ്രോട്ടീൻ്റെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളതിൻ്റെയോ വ്യത്യാസങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെയും കർമ്മത്തിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. കുറഞ്ഞ ശാരീരിക അധ്വാനമുള്ള ജോലികൾക്ക് ചെയ്യുന്നവരാണ് ഒരുപക്ഷെ ബ്രാഹ്മണരെ പോലുള്ളവരെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ആവശ്യമുള്ളൂ. അതല്ല, കൂടുതൽ കഠിനമായിട്ടുള്ള പല ജോലികൾ ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ നോൺ വെജിറ്റേറിയൻ ആവശ്യമായി വന്നേക്കാം. എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, ഞാനത് എന്തിന് കഴിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്, ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് വേണം എന്ന് സ്വയം കണ്ടുപിടിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ഈ സമൂഹത്തിൽ തീർച്ചയായിട്ടും അതല്ലേ ആവശ്യമുണ്ടാവുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.